പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ RV സംസാരിക്കുന്നു. നടക്കുക, ഓടുക, കയറുക, ഇറങ്ങുക, നമ്മുടെ ജോലികൾ നിർവഹിക്കാനായി യാത്ര ചെയ്യുക, ജോലിക്ക് വേണ്ടി നിൽക്കുക, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പാദങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. ഈ പാദങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവെ ഉള്ള ആരോഗ്യത്തെയും നമ്മുടെ ജീവിത ഗുണനിലവാരത്തെയും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പക്ഷേ ഒരു സർജൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രോഗികളുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ പാദാരോഗ്യ ശ്രദ്ധ വളരെ കുറവായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുമൂലം വരുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ കാൽവിരലുകളോ കാൽപാദത്തിൻ്റെ ഭാഗങ്ങളോ മുട്ടിന് താഴെ വെച്ചോ മുട്ടിന് മുകളിൽ വെച്ചോ ഒക്കെ മുറിക്കാൻ നിർബന്ധിതരാകപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് എത്ര ഒഴിവാക്കാൻ കഴിയുമോ അത്രയും നമുക്ക് നേടിയെടുക്കണം. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പ്രമേഹ രോഗം ബാധിക്കുന്നവരുടെ, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുടെ എല്ലാം എണ്ണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ചില പ്രത്യേക രോഗങ്ങൾ ബാധിച്ചോ അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കാലിലേക്കുള്ള സ്പർശനശേഷി കുറയുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. മറ്റു ചില രോഗങ്ങൾ ബാധിക്കുന്ന തൊലിപ്പുറമേയുള്ള രോഗങ്ങൾ, ലിംഫാറ്റിക് രോഗങ്ങളൊക്കെ ബാധിക്കുന്നവർക്കും രക്തക്കുഴലുകളുടെ ചുരുക്കം കൊണ്ട് കാലിൻ്റെ അങ്ങേയറ്റത്തേക്ക് രക്ത ഓട്ടം കുറവായതുകൊണ്ടും ഒക്കെ സംഭവിക്കുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അതെല്ലാം ബാധിച്ച മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവരുടെ കാലിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ അവരറിയാതെ പോകുന്നു. അവരത് അവഗണിക്കുന്നു. ആ അവഗണിച്ച മുറിവിലൂടെ അണുബാധയുണ്ടാകുന്നു. ആ അണുബാധ മറ്റ് കുഴപ്പങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചിലപ്പോൾ ഒരു ചെറിയ മുറിവ്, ഒരാണി കയറി അല്ലെങ്കിൽ ഒരു ചെരുപ്പുരഞ്ഞൊരു മുറിവുണ്ടായി, ആ മുറിവുകളൊക്കെ പഴുക്കുകയും അതിലെ വിഷാംശങ്ങൾ രോഗിയുടെ രക്തത്തിലേക്ക് വ്യാപിക്കുകയും അത് പിന്നെ പ്രധാന അവയവങ്ങളായ ഹൃദയം, ശ്വാസകോശം, കിഡ്നി തുടങ്ങിയവയെ ബാധിക്കുകയും രോഗി മരണപ്പെടാൻ വരെ സാധ്യതയുള്ള ഒന്നാണിത്. അപ്പോൾ ഈ മുറിവുകൾ വരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സന്ദേശം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പാദാരോഗ്യത്തിന് ഏറ്റവും പ്രധാനം പാദത്തിലുള്ള ശ്രദ്ധയും പാദത്തിലുള്ള വൃത്തിയും തന്നെയാണ്. ഇതിനു വേണ്ടി വലിയ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്, എന്നാൽ ചെറിയ കാര്യവും ശ്രദ്ധയും തന്നെയാണ് നമുക്ക് വേണ്ടത്. പാദാരോഗ്യം സംരക്ഷിക്കാനായി 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കാലിലേക്കുള്ള സ്പർശനശേഷി കുറയാൻ ഇടയുണ്ട്. 2, പാദത്തിലേക്കുള്ള രക്ത ഓട്ടവും കുറയാൻ സാധ്യതയുണ്ട്. ഈ 2 കാര്യങ്ങളും കൊണ്ട് നമ്മുടെ കാലിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോവുകയും അത് പിന്നീട് കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പാദങ്ങൾ ദിവസവും നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പാദങ്ങൾ നിരീക്ഷിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പർശനശേഷി കുറയുന്നത് കൊണ്ട് മുറിവുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും. വേദന ഉണ്ടാവില്ല, അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടാതെ പോകാം. അപ്പോൾ നമ്മളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മുറിവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുകയും അതിന് വേണ്ട ചികിത്സകൾ ഡോക്ടർമാരെ കണ്ട് ചെയ്യിക്കുകയും ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പാദങ്ങൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായി എവിടെയെങ്കിലും സമാധാനമായിട്ടിരുന്ന് മുട്ടിന് താഴെ കാലുകൾ നന്നായി സോപ്പിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക. നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവും കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പും മതി. പ്രത്യേകിച്ച് മറ്റ് ഒന്നും വേണ്ട. കഴിവതും നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുന്നതാണ് നല്ലത്. മുറിവേൽക്കാൻ സാധ്യതയുള്ള ബ്രഷ് തുടങ്ങിയവ ഉപയോഗിക്കാതെ ഇരിക്കുക. ബ്രഷൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ മുറിവുകൾ ഉണ്ടാകാനും അത് പഴുക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൈപ്പടങ്ങൾ കൊണ്ട് തന്നെ വൃത്തിയായി സോപ്പിട്ട് കഴുകി ശുചിയാക്കി വയ്ക്കുക. നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ ഇടയിലുള്ള ഭാഗം,
ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതാണ്. അവിടെ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിക്കണം. പിന്നെ പാദങ്ങളുടെ അടിവശം നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. ഉപ്പൂറ്റി ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉപ്പൂറ്റിയിൽ നമുക്കറിയാമല്ലോ, ഈ തൊലി ഇങ്ങനെ അടർന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. നഖങ്ങളുടെ സൈഡിലും മുകളിലുമെല്ലാം വൃത്തിയായി കഴുകുക. ഇതിന് ശേഷം ഒരു തോർത്ത് ഉപയോഗിച്ച് നമ്മുടെ കാല് വൃത്തിയായി ഒപ്പിയെടുക്കുക, ഉണക്കിയെടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാലിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കാൻ കഴിയും. അതിലൂടെ ചെറിയ മുറിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കാണാൻ കഴിയും. തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, നഖങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വേദനയില്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ തന്നെ നമുക്ക് കാലിൻ്റെ ആരോഗ്യം ഉറപ്പാക്കാൻ കഴിയും. മറ്റൊരു കാര്യമുള്ളത്, പാദങ്ങൾ നമ്മൾ സംരക്ഷിക്കാനാണ് നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത്. കൃത്യമായി പാകം ഉള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. എവിടെയെങ്കിലും കൂടുതൽ ടൈറ്റ് ആവുകയോ കൂടുതൽ ഉരയുകയോ ചെയ്തു കഴിയുന്നതും നമുക്ക് പാദാരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് കൃത്യമായ അളവുകളിലുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പാദത്തിൽ സ്പർശനശേഷി കുറവുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവരുടെ പാദങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും എവിടെയൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് വേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് കൂടുതൽ കുഷനിങ് വേണ്ടത് എന്നുള്ളതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നതും നന്നായിരിക്കും. പാദങ്ങളുടെ ആരോഗ്യത്തിന് മറ്റ് 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, പുകവലി. പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും നമ്മുടെ കാലുകളിലേക്കുള്ള രക്തഓട്ടം കുറയ്ക്കുന്നതിന് പ്രധാന കാരണമാകുന്ന ഒരു ശീലമാണ്. അത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പാദാരോഗ്യത്തെ നേരിട്ട് സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുള്ളത്, പ്രമേഹത്തിൻ്റെ കൃത്യമായ ചികിത്സയും ശ്രദ്ധയും. പ്രമേഹം കൂടിപ്പോകുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഒക്കെയാണ് കൂടുതലും ഈ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കണമെങ്കിൽ പ്രമേഹത്തിൻ്റെ ചികിത്സ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പാദങ്ങളെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നന്നായി കഴുകി ഉണക്കി സൂക്ഷിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ലവണ്ണം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക എന്നുള്ളത് തന്നെയാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ കാല് പഴുത്തതിന് ശേഷമുള്ള മുറിച്ചുമാറ്റലുകളും മരണങ്ങളും ഒക്കെ നമുക്ക് ധാരാളം ഒഴിവാക്കാൻ കഴിയും. ചിലവ് ഒന്നുമില്ല. കുളിക്കുന്ന വെള്ളം, കുളിക്കുന്ന സോപ്പ്, തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു തോർത്ത്, അത്രയുമേ വേണ്ടൂ. നമുക്ക് പാദാരോഗ്യം സംരക്ഷിക്കാനും അതുവഴിയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും തീർച്ചയായിട്ടും കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പാദാരോഗ്യം ആശംസിക്കുന്നു. പാദസംരക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാംലാൽ RV. പ്രകാശധാര